ഒരു സിനിമയുടെ ശരിയായ വിജയം എന്ന് പറയുന്നത് ആ സിനിമക്ക് കിട്ടിയ കളക്ഷൻ നോക്കിയിട്ടല്ല, മറിച്ച് ആളുകളുടെ മനസ്സിൽ എത്രത്തോളം ഇമ്പാക്ട്, ആളുകൾക്ക് എത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നതിനെ നോക്കിയിട്ടാണ്. അതുകൊണ്ടാണ് ആൾക്കാർക്ക് മോഹൻലാലിന്റെ എമ്പുരാനേക്കാൾ കൂടുതൽ തുടരും എന്ന സിനിമ ഇഷ്ടമായത്. അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മളെ ലൈഫുമായിട്ട് വളരെയധികം കണക്ട് ആകുന്ന ഒരു സിനിമ ഈ അടുത്തിറങ്ങിയതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല സിനിമ എന്ന് പറയുന്നത് അത് മിക്കവാറും തലവരയായിരിക്കും. അതിൽ എടുത്തു പറയേണ്ട ഒരു ഫാക്ട് അത് അർജുന അശോകൻ തന്നെയാണ്. അർജുന അശോകന്റെ ഉള്ളിലുള്ള ഫീലിങ്സ് എന്താണോ അത് അതേപോലെ തന്നെ കണ്ടിരിക്കുന്ന പ്രേക്ഷകനും കിട്ടുന്നു എന്നുള്ളതാണ് സത്യം. തന്റെ ശരീരത്തിലെ കുറവുകൾ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും ആ ബുദ്ധിമുട്ട് കാരണം ഉണ്ടാകുന്ന വേദന പുറത്തു കാണിക്കാതെ തനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല, ഞാനിതൊന്നും കാര്യമാക്കുന്നില്ല എന്നുള്ള രീതിയിൽ നടക്കുകയും എന്നാൽ ഉള്ളിൽ തന്റെ എല്ലാ സങ്കടങ്ങളും കടിച്ചമർത്തി ജീവിക്കുന്ന ഒരാൾ. ഇതായിരിക്കണം മിക്കവാറും ഡയറക്ടർ പറഞ്ഞത്. അർജുന അശോകൻ അത് വളരെ വൃത്തിയായിട്ട് തന്നെ ഡെലിവറി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു ഫാക്ടറാണ് നായിക. ഇപ്പോഴുള്ള സിനിമകളിൽ ചെറുപ്പക്കാരായ നായികമാർ ക്യൂട്ട്നെസ് വാരി എറിയുന്ന സമയത്ത് അതൊന്നും ഇല്ലാതെ എന്ത് റോളാണോ ആ ഒരു ക്യാരക്ടർ വളരെ വൃത്തിയായിട്ട് ഈ കുട്ടി ഡെലിവറി ചെയ്തിട്ടുണ്ട്.